ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ അപ്പുവിൻ്റെയും ഹരിയുടെയും കാര്യം ഭക്ഷണം കഴിക്കുന്ന സമയം ചോദിച്ചപ്പോൾ ആരെയും ഇനി അലപ്പൊലിയായിട്ട് ചെന്ന് വിളിക്കാനൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ വേണ്ടുന്നവർ വന്ന് കഴിച്ചോളുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും താനെന്താടോ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഇങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ടെന്നും എന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ പറയുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജുവിനോടും പറഞ്ഞു വന്ന് കൈ കഴുകിയിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദേവേച്ചിയോടൊപ്പം കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ നീ ഇപ്പോൾ എന്നെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, നിൻ്റെ വയറ്റിലൊരാളും കൂടിയുണ്ട്, നീ ആ കുഞ്ഞിൻ്റെ കാര്യം കൂടി നോക്കിയിട്ട് വേണം കാര്യങ്ങൾ നടത്താനായിട്ട്, അല്ലാതെ നിൻ്റെ സൗകര്യത്തിനല്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവി അഞ്ജുവിനോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അഞ്ജുവും അല്ലാതെ ആയി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് കഴിക്കാനായിട്ട് വന്നു. ബാലൻ കഴിക്കാൻ വന്നപ്പോൾ ഞാനും കൈ കഴുകി തന്നെ വാരി കഴിച്ചോട്ടെ അമ്മയെന്ന് ചോദിച്ചു ദേവൂട്ടി. അപ്പോൾ വേണ്ട മോളൂ, അമ്മ അച്ഛന് വിളമ്പി കൊടുത്തിട്ട് മോൾക്ക് വാരിത്തരാം കേട്ടോ എന്നും പറഞ്ഞു കൊച്ചിനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ആശുപത്രി പോകുന്നതിനെ പറ്റിയും അതുപോലെ ചെക്കപ്പിൻ്റെ റിസൾട്ട് വാങ്ങിക്കുന്നതിനെ പറ്റിയും പറഞ്ഞത്. അപ്പോൾ ബാലൻ പറഞ്ഞു, കണ്ണൻ ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ, അവൻ പോയി വാങ്ങിച്ചോളൂന്ന്. അപ്പോൾ പെട്ടെന്ന് ശിവൻ ഇങ്ങനെ നോക്കിയിട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്കും കണ്ണൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അല്ല, എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, നീ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ശിവൻ പറഞ്ഞപ്പോൾ മീറ്റിംഗ് എത്ര മണി വരെ ഉണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കണ്ണൻ. ഞങ്ങളുടെ കമ്പനി വക ഒരു മീറ്റിങ്ങാണ്, ചില ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാരണമാണ് എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ റിസൾട്ട് കിട്ടിയാലേ നാളെ എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റുമെന്ന് അഞ്ജു പറഞ്ഞപ്പോൾ അതിപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കിട്ടുന്ന റിസൾട്ടല്ലേ, അതിനിത്ര വിറപ്പിക്കേണ്ട കാര്യം എന്താ, പിന്നെ അത് സ്നേഹ ഡോക്ടറുടെ കമ്പ്യൂട്ടറിലേക്ക് പോസ്റ്റ് ചെയ്തോളുമല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് ആ ചെക്കപ്പിൻ്റെ അല്ല, ഇത് പുറത്തൊരു ചെക്കപ്പ് നടത്തിയതിൻ്റെ റിസൾട്ടാണെന്ന് പറഞ്ഞു അന്നേരം നമ്മുടെ ശിവൻ. എന്തായാലും നാളെ എനിക്ക് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, അത് വിട്ടിട്ട് ഒരിടത്തേക്കും പോകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കണ്ണൻ. അല്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കണ്ണൻ അന്നേരം. ഇത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക. 5 വർഷത്തോളം വീടും നാടും ഒക്കെ വിട്ട് തമിഴ്നാട്ടിൽ പോയി നിന്നപ്പോഴേക്കും ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത പഴഞ്ചന്മാരായി പോയി ഞങ്ങളെന്നാണോടാ നീ കരുതിയിരിക്കുന്നതെന്ന് നമ്മുടെ അഞ്ജു അന്നേരം ചോദിച്ചു. ഇത് കേട്ടപ്പോൾ കണ്ണൻ ഇങ്ങനെ തുറപ്പിച്ച് നോക്കും അഞ്ജുവിനെ. ദേവി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഈ ഓൺലൈൻ മീറ്റിംഗ് എന്താണെന്ന് നീ അറിയുന്നതിന് മുന്നേ ഓൺലൈനിലൂടെ മീറ്റിങ്ങും ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവളാ ഞാനും അപ്പും ഒക്കെ. നിനക്കറിയാവോ, നിനക്കൊക്കെ ഓൺലൈൻ എന്ന് പറഞ്ഞാലേ എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാക്കി തുടങ്ങിയെന്ന് ചോദിച്ചു. അതെ, സമ്മതിച്ചു. എന്നെക്കാളൊക്കെ ഒരുപാട് പഠിപ്പും വിവരമൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് നിങ്ങൾ, ഞാൻ സമ്മതിച്ചു തരുന്നു. അതെന്തോ ആയിക്കോട്ടെ, നാളെ ചെക്കപ്പിൻ്റെ റിസൾട്ട് വാങ്ങാൻ പോകാൻ എനിക്ക് പറ്റില്ല, അത്രേ ഉള്ളൂ, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ വിഷമത്തോടെ നോക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് കണ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇനി അഞ്ജു പറഞ്ഞതിൻ്റെ പേരിൽ നീ അത്താഴം കഴിക്കാതിരിക്കേണ്ടെന്ന് ദേവി പറഞ്ഞപ്പോൾ എനിക്ക് മതി എന്നും പറഞ്ഞ് കണ്ണൻ്റെ ഒരു പോക്ക്. കണ്ണൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവരെന്താ ഇങ്ങനെയെന്ന് ഇവരെല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് നോക്കിയിരിക്കുക. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് രാത്രിയായി. കണ്ണൻ ഇങ്ങനെ ഉമ്മറത്ത് വന്ന് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ദേവി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അതായത് പണ്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചാണ് നമ്മുടെ കണ്ണൻ ഇങ്ങനെ അമ്മയ്ക്ക് എന്നെ അമ്മ നീ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് മോനെ കാണാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ ലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടി എത്തുമെന്നൊക്കെ അന്ന് കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കണ്ണൻ അമ്മയോട് സംസാരിച്ച കാര്യങ്ങളും അന്ന് പിന്നീട് പോകാൻ ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങൾ, അതായത് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന പുതിയൊരു കണ്ണനായിട്ട് വേണം എൻ്റെ പൊന്നുമോൻ മടങ്ങി വരാനെന്നൊക്കെ അന്ന് അമ്മ ക്ലാസ് കുറേ എടുത്ത് കൊടുത്തിരുന്നേ. അപ്പോൾ ആ കഥയൊക്കെ ഓർത്ത് കണ്ണൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ദേവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഒരു വിഷമത്തോടെ ഇങ്ങനെ നിരാശയോടുകൂടി കണ്ണും കുമ്പിട്ടിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ മോനെ, നീ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുട്ടിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു ദേവി. എനിക്കിപ്പോൾ ആലോചിക്കാനുള്ളത് എൻ്റെ കമ്പനി തുടങ്ങുന്നതിനെക്കുറിച്ച് മാത്രമല്ലേ വലിയെടുത്തിയെന്ന് ചോദിച്ചു കണ്ണൻ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ ഒത്തൊരുമയെക്കുറിച്ചുമൊക്കെ നീ അവരോട് പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോടാ. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ ഇപ്പം എല്ലാവരെയും ശത്രുക്കളെ പോലെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആരെയും ശത്രുക്കളായിട്ടൊന്നും കണ്ടിട്ടില്ല ഏട്ടത്തി, പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെയാണ് ശത്രുവായിട്ട് കാണുന്നതെന്ന് കണ്ണൻ അന്നേരം പറഞ്ഞു. എന്നും ഈ കുടുംബത്തെക്കുറിച്ചും ഈ കുടുംബത്തിലുള്ള ഏട്ടന്മാരെ പറ്റിയും ഏട്ടത്തിമാരെ പറ്റിയും മാത്രമൊക്കെ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും എന്നെയാണ് മറന്നു പോയതെന്ന് പറയുമ്പോൾ നീ എന്താ കണ്ണ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതൊക്കെ നിൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കണ്ണ. ഞാനും ബാലേട്ടനും ഇപ്പോഴും നിന്നെ ഞങ്ങളുടെ മകനായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ മകനായിട്ട് കാണുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കണ്ണൻ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നിനക്കറിയാവല്ലോ, ഈ കുടുംബം ഒരിക്കലും പരസ്പരം തമ്മിൽ തല്ലി പോകരുതെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരാ. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അമ്മയുടെ മുറിയിൽ വിളിച്ചു വരുത്തി അമ്മ എല്ലാവരോടും പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു.
എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഈ കുടുംബം എന്നിട്ടാണോ നീ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പം അങ്ങനെ ഈ കുടുംബം വെട്ടിമുറിക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല, ഒരിക്കലും പറയുകയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ്. ശിവേട്ടനെയും ഹരിയേട്ടനെയും ബിസിനസ് തുടങ്ങാൻ സഹായിച്ചതുപോലത്തെ ഒരു സഹായം എനിക്കും തരണമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അതങ്ങനെ പെട്ടെന്ന് എടുത്തു തരാൻ പറ്റുന്ന ഒരു തുകയൊന്നും അല്ലല്ലോ നീ ചോദിച്ചിരിക്കുന്നത്. അന്ന് ശിവേട്ടൻ കുഞ്ഞേടത്തിയുടെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ വല്യേട്ടനോട് ചോദിച്ചത് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റിയൊരു തുകയായിരുന്നോ എന്ന് കണ്ണൻ അന്നേരം ചോദിച്ചു. അന്നേരം എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നല്ലതുപോലെ സമാധാനപൂർവ്വം ചർച്ച ചെയ്യാനൊന്നും അവകാശങ്ങൾ കൊടുത്തില്ലല്ലോ. അമ്മയോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ആ പണം ഉണ്ടാക്കി കൊടുക്കാൻ വല്യേട്ടനൊന്നും കഴിഞ്ഞില്ലേ? ഇപ്പോൾ എൻ്റെ കാര്യം വന്നപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ഈ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ കയറി വന്നത്? അതെന്താ ഞാൻ പുറത്തുള്ള അന്യനാണോ എന്നൊക്കെ ചോദിച്ചപ്പം അന്നത്തെ അവസ്ഥയല്ലല്ലോ കണ്ണാ ഇന്നത്തെ അവസ്ഥ നീ മനസ്സിലാക്കണ്ടേ? ഇവിടുത്തെ അവസ്ഥകൾ നിനക്കും കൂടി അറിയാവുന്നതല്ലേ? ആ ഒരു കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ആരോടും ഒന്നും മറച്ചു വെക്കാതെ എൻ്റെ അഭിപ്രായങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ എനിക്കിതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി തരണമെന്ന് വല്യേട്ടത്തി തന്നെ ഒന്ന് പറയണം. വല്യേട്ടത്തി പറഞ്ഞാൽ വല്യേട്ടൻ അത് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക ദേവി. ഒന്നും നടത്തിത്താ വല്യേട്ടത്തി പ്ലീസ് എന്നും പറഞ്ഞ് ദേവിയോട് കുറേ യാചനയും കാര്യങ്ങളുമായിട്ട് കണ്ണൻ കയറി മുറിയിൽ വാതിലടച്ചു. അത് കഴിഞ്ഞ് ദേവി ഇങ്ങനെ അവിടെ ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ അഞ്ചു മുറിയിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോഴേക്കും ശിവൻ അഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ കണ്ണൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഇവർ തമ്മിൽ സംസാരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ണൻ്റെ ആവശ്യം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തെയും ഹരിയേട്ടൻ കഴിക്കാൻ വന്നെന്ന് അഞ്ജു ചോദിച്ചപ്പോൾ ഹരിയേട്ടൻ വന്നു, അപ്പോഴത്തെ വന്നില്ല എന്ന് പറഞ്ഞു. അവൻ ആരാന്ന് അവൻ്റെ വിചാരം? ബാലേട്ടനെ ദേവേച്ചിയുടെ ഒക്കെ മുഖത്ത് നോക്കി എന്ത് അഹങ്കാരത്തോടെ അവൻ സംസാരിക്കുന്നത്. ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് അത്രേ. ഇതുവരെ ആരും കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യാത്ത ഓൺലൈൻ മീറ്റിംഗ് ആണോ അവന് നടത്താനുള്ളത്? അന്ന് ശിവേട്ടൻ കൈവലിച്ച് അവനോട്ടൊന്ന് കൊടുക്കാൻ പോയപ്പോഴേ ഞാൻ ശിവേട്ടനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് തെറ്റായിപ്പോയെന്നാ ഇപ്പം എനിക്ക് തോന്നുന്നത്. അത് ചെയ്യരുതായിരുന്നു. രണ്ടെണ്ണം കിട്ടട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കൊടുത്താലും അവൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് ശിവൻ അന്നേരം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഞ്ജു നാളെ ദേവൂട്ടിയെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ ദേവേച്ചി ഞാനും കൂടെ പോയി ആ റിസൾട്ട് വാങ്ങിച്ചോളാം, എന്നിട്ട് ഞങ്ങൾ പോയി കണ്ടോളാം സ്നേഹ ഡോക്ടറെ. അതിനുള്ളിൽ ഊട്ടുപുരയിൽ തിരക്കൊക്കെ കുറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ടെൻഷനൊന്നും പിടിച്ച് ഓടിപ്പിടിച്ച് വരണ്ട ശിവേട്ടാ, അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും നന്നായിട്ട് ഈ കണ്ണനെന്ന് പറയുന്നവൻ കാര്യങ്ങളെല്ലാം നടത്താൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെന്താ? സത്യം പറഞ്ഞാലേ അവൻ വന്ന് കയറിയതോടെ ഈ കുടുംബത്തിൻ്റെ സമാധാനം മുഴുവൻ പോയി എന്ന് തന്നെ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ശിവേട്ടാ വല്യേട്ടനോട് സംസാരിച്ച് കണ്ണന് കൊടുക്കാനുള്ളത് എത്രയും പെട്ടെന്ന് ഏതു വിധേനയും കൊടുത്തു തീർത്ത് അവനെ ഈ കുടുംബത്തിൽ നിന്ന് പറഞ്ഞേക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. ഇത്രയും കാലം സ്വന്തം മകനെ പോലെ നോക്കി വളർത്തിയ ദേവേച്ചിയും വല്യേട്ടനെയും വേദനിപ്പിക്കുകയും അവരോട് ഒരു മര്യാദയില്ലാതെ സംസാരിക്കുകയും ചെയ്ത അവന് എങ്ങനെയാണ് കൂട്ടുകാരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ കമ്പനി നശിച്ചു പോകുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. തലകിഴക്കാൻ പാടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ കണ്ണനെ കൊണ്ടായിരിക്കും ഈ കുടുംബത്തിൽ അംഗചിത്രമുണ്ടാകാൻ പോകുന്നതെന്നും അപ്പച്ചി ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. തമാശയായിട്ടാണ് അപ്പച്ചി അന്നത് പറഞ്ഞതെങ്കിലും ഇപ്പോൾ ഓർക്കുമ്പോൾ അത് പാഴ്വാക്കല്ലായിരുന്നു എന്ന് തോന്നുകയാണെന്നൊക്കെ പറഞ്ഞു. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ അഞ്ജു? അമ്മയാകാൻ പോകുന്ന സമയത്ത് നീ ഇതുപോലെ ടെൻഷൻ അടിച്ചാലേ അത് കുഞ്ഞിനെ ബാധിക്കും. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തതെന്ന് ചോദിച്ചു. ശിവേട്ടാ, കണ്ണൻ്റെ ഓരോ പെരുമാറ്റവും സംസാരവും ഒക്കെ ഓർക്കുമ്പോഴേ രക്തം എനിക്ക് തിളച്ച് കയറുക. അതാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇപ്പോൾ അതൊന്നും ഓർക്കാതെ നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ഓർത്ത് നീ മുന്നോട്ട് പോകാനായിട്ട്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? നീ വന്നേ, ഇവിടെ ഇരുന്നേ. സന്തോഷമായിട്ട് നീ ഇരുന്നാലേ നമ്മുടെ കുഞ്ഞും സന്തോഷത്തോടെ ഇരിക്കുകയുള്ളൂ. അത് നീ ഓർത്ത് വെക്കണമെന്നും പറഞ്ഞ് ശിവൻ ഇങ്ങനെ അഞ്ജുവിനെ ചേർത്ത് പിടിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവി കട്ടിലേക്ക് കയറി കിടന്നുറങ്ങാൻ ആയിട്ട് കിടന്നു. പക്ഷേ ഉറക്കം വരുന്നില്ല. കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ദേവി ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കാം. തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ദേവി ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് ഓർത്തു. എന്നിട്ട് ദേവി ഇങ്ങനെ വിഷമിച്ച് അവിടെ കിടക്കുവാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും വല്യേട്ടനോട് ഇത് നടത്തി തരണമെന്ന് വല്യേട്ടത്തി തന്നെ പറയണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് പൊട്ടിക്കരയാ ദേവി. കാരണം ദേവിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, കരയാൻ മാത്രമേ പറ്റുള്ളൂ. വേഗം ബാലൻ ഇത് കണ്ട് ചോദിച്ചു, എന്താണോ താൻ കരയണേ, തനിക്ക് എന്താ പറ്റിയതെന്ന്. വേഗം ദേവി എഴുന്നേറ്റിരുന്നു, കണ്ണൊക്കെ തുടച്ച്. എന്താടോ എന്തു പറ്റിയെന്ന് ചോദിച്ചു ബാലൻ. ഞാൻ പറയുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ നേരം. അപ്പോൾ ദേഷ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കണതാണല്ലേ എന്ന് ബാലൻ ദേവിയോട് ചോദിക്കാം. എന്താ കണ്ണൻ്റെ കാര്യം വല്ലതും പറയാനാണെന്ന് ചോദിച്ചപ്പോൾ ഈ കുടുംബത്തിൽ എത്രയും വേഗം പരിഹാരം കാണേണ്ടത് കണ്ണൻ്റെ കാര്യത്തിൽ തന്നെയാണെന്ന് നേരത്തേക്കും ദേവി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അതിനു വേണ്ടിയുള്ള ഓട്ടത്തിൽ തന്നെയാണ് ഞാനെന്ന്. പിന്നെ അത് അവനോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു ബാലൻ.
അവനെക്കുറിച്ച് ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും അവരെയൊക്കെ അവൻ ശത്രുക്കളായിട്ടല്ലേ കാണുന്നത്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂ? പക്ഷേ അവൻ പറയുന്നത് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ എല്ലാവരും അവനെയാണ് ശത്രുവായി കണ്ടതെന്നാണ്. ഓഹോ, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞോ? പറഞ്ഞു. അവൻ എന്നോട് അതെല്ലാം പറഞ്ഞു ബാലേട്ടാ. നീ ഇവിടെ എല്ലാവരെയും ശത്രുക്കളെ പോലെ കാണുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴും അവൻ എന്നോട് ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു ദേവി. അപ്പോൾ അവൻ സംസാരിച്ച രീതി നിനക്ക് ചോദിക്കാറുന്നില്ലേ? അവനിപ്പോൾ ആരെയും ശത്രുക്കളായിട്ട് കാണുന്നില്ലെന്നല്ല അവനിപ്പോൾ പറയുന്നത്. പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുമെന്ന് അവൻ ചിന്തിച്ചോ? അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവൻ്റെ വീതം അവന് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചല്ലേ. അതുകൊണ്ട് ഇനി അതിനായിട്ടൊരു കാലതാമസം വരുത്താതെ എത്രയും പെട്ടെന്ന് അവന് കൊടുക്കാനുള്ള അവകാശം അത് കൊടുത്ത് തീർത്തേ പറ്റുള്ളൂ. എല്ലാം അറിയാവുന്ന താൻ തന്നെ എന്നോട് ഇങ്ങനെ പറയുന്ന കഷ്ടമാണ് കേട്ടോ ദേവി. അവന് കൊടുക്കാനുള്ള 15 ലക്ഷം നാളെ എവിടെ നിന്നെടുത്ത് കൊടുക്കും? തന്നെയല്ല, ഞാൻ പെട്ടിയിലെടുത്ത് വെച്ചിട്ട് അത് കൊടുക്കാൻ താമസിക്കുന്നത് പോലെയാണല്ലോ താൻ എന്നോട് ഈ പറയുന്നത്. എന്നല്ല ബാലേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. അഞ്ജുവിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാൻ 20 ലക്ഷം രൂപ കൊടുക്കാൻ നേരം ഇതൊക്കെ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ കാണാൻ ചോദിച്ചതായിട്ട് ദേവി ഇങ്ങനെ ബാലനോട് പറയുക. അവൻ്റെ സംസാരത്തിൽ നിന്ന് അവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടാതിരിക്കാൻ നമ്മൾ മനഃപൂർവ്വം വട്ടം ചുറ്റിക്കുന്നതാണെന്ന് അവൻ ഈ ഉദ്ദേശിച്ച് വരുന്നത്. അവൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവന് കൊടുക്കണം, നമ്മളല്ലേ അവനെ സഹായിക്കാനുള്ളൂ. എന്തെങ്കിലും ഒരു വഴി ഉടനെ കണ്ടെത്താം, താൻ ടെൻഷൻ ആവേണ്ട. താൻ ആദ്യം പിടിക്കാൻ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞിട്ട് ദേവിയോട് കയറി കിടക്കാൻ പറഞ്ഞാൽ നമ്മുടെ ബാലൻ അവിടെ ഇരുന്ന് ആലോചന അങ്ങ് തുടങ്ങി. അങ്ങനെ ആലോചിച്ച് ബാലൻ ഒരു പരുവത്തിലെത്തിയെന്ന് തന്നെ പറയാം. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശങ്കരമാമയാട്ടോ. ശങ്കരമാമ ബാലനെ കാണാനായിട്ട് വന്നു. അപ്പോൾ എന്താ അമ്മാമ്മേ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്തായി ബാല, വീട്ടിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും തീരുമാനമായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ എന്തായാലും കണ്ണൻ ആവശ്യപ്പെട്ടതുപോലെ അവൻ്റെ അവകാശം അതവന് കൊടുത്തല്ലേ പറ്റൂ. നിനക്ക് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോഴത്തെ തീരുമാനത്തിൽ നിന്നും അവൻ്റെ മനസ്സ് ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൂടായിരുന്നു ബാല? അപ്പോൾ അമ്മാമ്മയും ഒരു ശ്രമം നടത്തിയതല്ലേ അമ്മാമ്മേ? എന്നിട്ട് അവൻ്റെ തീരുമാനം എന്തെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചു. ഞാൻ ശ്രമിക്കുന്നത് പോലെ അല്ലല്ലോ നീയും ദേവി അവനോട് സംസാരിക്കുന്നത്. നിങ്ങൾ അവൻ്റെ ഏട്ടനും ഏട്ടത്തെയും മാത്രമല്ലല്ലോ, അവൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയല്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെയുള്ള സ്നേഹവും സെൻറ്റിമെൻറ്റ്സും ഒന്നും ഇപ്പോൾ അവനില്ല അമ്മാമ്മേ. അവനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവനെ വളർത്തിയത് ഞങ്ങൾ ചെയ്യേണ്ട കടമകൾ അത് മാത്രമായിരുന്നു എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ പേരിൽ അവൻ പറഞ്ഞത് ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ സ്വത്തുക്കളും നിങ്ങൾ 4ആയി തന്നെ ഭാഗം വെച്ചോളൂ. അങ്ങനെ ഭാഗം വെച്ചിട്ട് ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള തീരുമാനം അതും നിങ്ങൾ എടുത്തോളൂ. ഞാൻ അഞ്ജുവിനോടും ശിവനോടും അവരെ കണ്ട് സംസാരിച്ചു, അവരുടെ അഭിപ്രായം അതെന്താണെന്നറിയാൻ. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലും അഞ്ജുവിനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. സാന്ത്വനം കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ബാലന് മാത്രമേ ഉള്ളൂ, അതിൽ ഞാൻ ഇടപെടണ്ട എന്ന മട്ടിലാണ് അവൾ എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക ശങ്കരമാമ പറയുന്ന കേട്ട് ബാലൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ? പക്ഷേ എനിക്കങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആകട്ടെ എന്ന് കരുതി കണ്ണടച്ച് കയറി ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ബാല. ഞാൻ അങ്ങനെ ഇരിക്കുകയില്ല. ഒരു പേരക്കുഞ്ഞിനെ കണ്ട് കണ്ണടയ്ക്കാൻ കൊതിയാകുന്നു എനിക്ക്. അങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം എനിക്ക് മുന്നോട്ട് തരണേന്ന് ഭഗവതിയോട് സർവ്വ വഴിപാടുകളും നേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം തന്നെ വർഷം എത്രയെന്ന് അറിയാലോ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഭാഗം വെച്ച് കഴിഞ്ഞാൽ സാന്ത്വനത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ അഞ്ജുവിനെയും ശിവനെയും ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ കണ്ണൻ ചെന്നൈയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തോളുമല്ലോ. എന്താ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നിങ്ങളെന്താ ബാല തീരുമാനിച്ചിരിക്കുന്നത്? ചന്ദ്രോത്തേക്ക് നിങ്ങൾ തിരികെ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ സാവിത്രിയുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കൊന്ന് ചോദിച്ചറിയണം എന്നുള്ള രീതിയിൽ ശങ്കരമാമി ഇങ്ങനെ ബാലനോട് പറയുക. അങ്ങനെ ആ ഒരു സംഭാഷണത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.